ഹായ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാത്രി ആയതുകൊണ്ട് കുറച്ച് തിക്കും തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ എടുക്കാൻ പറ്റില്ല. പിന്നെ എടുത്തത് കാറിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് ചേട്ടനും ചേച്ചിയുമാണ്. ശ്രുതിയെ ബാംഗ്ലൂർ ആക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവളവിടെ കോളേജിൽ ചേർത്താനാണ്. അപ്പോൾ 2 മാസം മുപ്പാട് കോളേജിൽ ചേർത്തി അഡ്മിഷനൊക്കെ എടുത്തു പോകുന്നു. ഇപ്പോൾ അവളെ ബാംഗ്ലൂർ കൊണ്ടുവിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റേഷനിലെത്തിയ വീഡിയോ ആണിത്. അപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്. അത് നമ്മൾക്ക് പോകേണ്ട ട്രെയിനല്ല. അത് നമ്മൾക്ക് പോകേണ്ടത് 12 മണിക്കാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ വരുന്നത്. ഇത് വേറെ ട്രെയിൻ, എവിടേക്കോ ഉള്ള ട്രെയിനാണ്, വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടൻ കാർ പാർക്ക് ചെയ്യാനായിട്ട് പോയേക്കാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു 12 മണിക്ക്. അപ്പോൾ നമ്മളതിൽ കയറി നമ്മളുടെ ഓരോരുത്തരുടെ സീറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും കിടന്നു. അപ്പോൾ നേരം വെളുത്തു. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെയാണിത്. ഞങ്ങൾ ആ വ്യൂസൊക്കെ കണ്ട് ഇരിക്കുകയാണ്. നല്ല നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല, ഇരുട്ടായിരുന്നു, രാത്രിയായിരുന്നു പോയത്. അപ്പോൾ ചേട്ടനും ചേച്ചിയും കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് അവർ. അപ്പോൾ അവർ നടുക്ക് പോയിരിക്കുന്നുണ്ട് കഥകളൊക്കെ പറയാനായിട്ട്. ചേട്ടൻ പോയിരിക്കുകയാണ്, അവരായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ശ്രുതി ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ കാര്യം, ബാംഗ്ലൂരിലത്തെ കാര്യമൊക്കെ ആയിരിക്കാം അവൾ ആലോചിച്ചത്. അപ്പോൾ അടിപൊളി വ്യൂ ആണിത്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് മറ്റേ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് വലിയ വലിയ പാറകളൊക്കെ വന്ന് കിടക്കണ കണ്ട്. അപ്പോൾ അതേപോലത്തെ സംഭവമാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. ഇത് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വ്യൂ വന്നപ്പോൾ എല്ലാവരും ട്രെയിനിലുള്ളവരും മിക്കവരും വന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോസൊക്കെ എടുത്തു, നമ്മളും എടുത്തു. അപ്പോൾ അത്രയുള്ളൂ. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 1 മണിയായി എത്തിയപ്പോൾ. അപ്പോൾ കുളിച്ച് ഫ്രഷായി ലഞ്ച് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടുത്തെ ലഞ്ചാണിത്. ചോറും പൂരിയും. ചോറ് ചോദിക്കുമ്പോൾ പൂരിയും മസാലയും എല്ലാം കിട്ടും. വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. വിശന്നിരിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ശ്രുതിയെ അവളുടെ കോളേജിലാക്കി. ഇത് അവളുടെ അമ്മ കരയാണ്, വിഷമമുണ്ടാവുമല്ലോ, അപ്പോൾ കരയാണ്. ചാച്ചനോട് യാത്ര പറഞ്ഞു. പിന്നെ ഇതാണ് അച്ഛനോട് യാത്ര പറഞ്ഞു. കുഴപ്പമില്ല, ആൾക്ക് സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.